മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ലച്ചൂസേ, എടാ ലച്ചു, എന്താ പ്രശ്നം? നീ മിണ്ടരുത് സുധന്റെ. നിങ്ങൾ വന്നാ അളിയാ, ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചി വയ്യേ? എന്റെ പൊന്നു പാറു, കുറച്ചേരൊന്നും മിണ്ടാതിരിക്കാവോ? കേശട്ടാ, അമ്മുമ്മേ, എല്ലാരും ഓടുക, ചേച്ചിക്ക് വയ്യ. ചേച്ചിക്ക് വയ്യ. അയ്യോ ചേച്ചി, എന്നാച്ചു ലച്ചു? അല്ല ചേച്ചി അളിയന്റെ ബ്ലഡ് ഒക്കെ അല്ലേ പോയി, അപ്പൊ ചേച്ചിക്ക് എന്താ പെട്ടെന്ന്? ലച്ചു, എന്താ പ്രശ്നം? എന്താ കാര്യം പറ നീ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടാ സിദ്ധു. എനിക്കറിയാൻ പാടില്ല ഞാൻ ഇനി ഇവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു. എന്റെ കാര്യം പോട്ടെ, നിനക്ക് ആ കൊച്ചിന്റെ കാര്യമെങ്കിലും ഒന്ന് ആലോചിച്ചൂടായിരുന്നു സിദ്ധു? എന്താ ലച്ചു, നീ കാര്യം പറ. കാര്യം പറ. വാരി വലിച്ച് തിന്നുമ്പോ ഓരോന്നൊക്കെ ആലോചിക്കണായിരുന്നു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വറുത്തതും പൊരിച്ചതൊന്നും കൂടുതൽ വലിച്ചു വാരി തിന്നരുതെന്ന്. ഇതിപ്പോ പോയ പാർക്ക് പോയി, എനിക്ക് പോവും, എന്റെ കൊച്ചിന് പോവും. നിനക്ക് ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? പിന്നെ ഭയങ്കരമാണ്. നോക്ക് റിസൾട്ട് വന്നത്. ഷുഗർ എത്രയാന്ന് ചോദിച്ചു നോക്ക്. നോക്കാറതുണ്ടാവുമല്ലോ. ഷുഗർ എത്രയെന്നറിയോ? 136. എന്റെ ലച്ചു, ഭക്ഷണം കഴിച്ചിട്ട് ഇതൊക്കെ നോക്കുമ്പോ ഇത്രയൊക്കെ കാണിക്കും, അത് നോർമലാ. എന്റെ സിദ്ധു, ഷുഗർ 70 തൊട്ട് 140 വരെ ആവാം. ഇത് 136. ഒരു 3 പോയിന്റ് കൂടെ കേറിയണ്ടല്ലോ, ഡയബറ്റിക് പേഷ്യന്റാ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ 210, അതും 200 വരെ ആവാവുള്ളൂ. അല്ല ചേച്ചി, ഈ പറയണൊക്കെ ജസ്റ്റ് ബോർഡർ അല്ലേ, അതൊക്കെ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കേസാണോ? നിനക്ക് വലിയ ടെൻഷൻ ഒന്നും കാണൂല, പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇങ്ങനെ ജീവിക്കുവാണെങ്കിലേ എന്റെ കൊച്ചിന് ചിലപ്പോ അപ്പനില്ലാണ്ടാവും. ലച്ചു, നീ ഇതെന്ത് തേങ്ങ പറയണേ? എന്ത് തേങ്ങയാണെന്ന ആ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കണം. എന്റെ ലച്ചു, ഇത് ഡോക്ടർമാര് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറയണ. എന്റെ ഡോക്ടർമാര് നിന്നെ പേടിപ്പിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ஐயோ லட்சு, நீ வருத்தப்பட வேண்டாம், எல்லாமே சரியாக்கலாம். ഇത് ശരിയാവൂല ആന്റി. ഇത് ശരിയാവണമെങ്കിലേ ഇവൻ തന്നെ വിചാരിക്കണം. അതെങ്ങനെയാ? ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ആർത്തിയല്ലേ, കമന്ന് കെട്ടി അങ്ങ് വീഴും. എന്തുവാടി ഇത്? എന്ത് നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ എന്താന്ന് വെച്ചാൽ കാണിക്കേ. ഞാനും എന്റെ കൊച്ചല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അമ്മൂമ്മേ, ഈ വണ്ടി അധികം കാലം ഓടുന്നു എനിക്ക് തോന്നാനുള്ള. ചേച്ചി, ഇതിപ്പം ജസ്റ്റ് ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നിനക്ക് തോന്നുന്നുണ്ട് ഇവൻ എക്സസൈസ് ചെയ്യൂന്ന്, ഡയറ്റ് ചെയ്യൂന്ന്? ഒരു പ്ലേറ്റ് കുഴിമന്തി കൊണ്ടല്ലോ കമന്ന് കെട്ടി അങ്ങ് വീഴും. ഒരു കാര്യം പറഞ്ഞ അതുപോലെ കിടക്കണോ? തിമ്മ വയ്യണ്ടായ സിദ്ധു, സിദ്ധു. ഓ ഭാഗ്യം. എന്താടി? എന്താ പറ്റിയ? കിടക്കണ എന്താ? ചുമ്മാതെ കിടക്കുന്ന? അല്ല, ഇന്നലെ തല ഇറങ്ങിയ പോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനൊന്നുമില്ലടി, ഞാൻ ചുമ്മാ കിടന്ന. സിദ്ധു, നീ ഈ വീട്ടിൽ ആരുടെ അടുത്ത് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ അടുത്ത് പറയരുത്. ഒന്നാമത് നിനക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാ. എന്റെ ലച്ചു, ഞാൻ കള്ളം പറയുന്നതല്ല. ഇപ്പൊ ഈ ഷുഗറും പ്രഷറും ഒക്കെ കൂടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിലാ. നീ ചുമ്മാ ഓർത്തെങ്കിൽ എന്നെ ടെൻഷൻ ആക്കില്ലേ. ടെൻഷൻ ആക്കി കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും ഒക്കെ കൂടും. ഞാൻ ടെൻഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒന്ന് ശ്രദ്ധിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചി, അളയൻ പറഞ്ഞുള്ള കാര്യമാണ്. ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും ഒരേപോലെ കൂടും. അതായത് ഇതിന്റെ കറക്റ്റുള്ള ടാലി പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ പ്രഷർ, ഒരാൾക്ക് പ്രഷർ കൂടുമ്പോൾ അയാളുടെ ദേഹത്തുള്ള അഡ്രിനാലിൻ അതേപോലത്തെ വേറെ പല ഹോർമോണുകളും പുറപ്പെടുവിക്കും. അത് ചെന്ന് ബ്ലഡിൽ കലരും. ബ്ലഡിൽ കലർന്നിട്ട് ഷുഗർ അങ്ങ് കൂടും. അപ്പൊ പ്രഷറും കൂടും, ഷുഗറും കൂടും. പ്രഷർ കൂടും, ഷുഗർ കൂടും. പ്രഷർ കൂടും, ഷുഗർ കൂടും. അതെ, നീ ഈ പറഞ്ഞ കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വെറുതെ എന്തിനാണ്? നീ ആര് ഡോക്ടറാ? അപ്പൊ പിന്നെ ചേച്ചി എന്റെ അളിയനെ പ്രഷർ കൂട്ടുന്ന എന്തിന്? ഷുഗർ കൂടില്ല ഇപ്പൊ അല്ലേ? അതെ, ഇങ്ങനെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ചത്തുപോകും. നിനക്കെന്താടാ? നീ ഞങ്ങളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയേക്കുവാണ്. ഞാൻ നശിപ്പിക്കാൻ വേണ്ടി എപ്പോ ഇറങ്ങിയെന്ന് അളിയാ?
ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയാം. അളിയ ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മാറും. പ്രശ്നം കഴിഞ്ഞില്ലേ? ശ്രദ്ധിച്ചാ മാത്രം പോരാ, നല്ലോണം കൺട്രോൾ ചെയ്യണം. എടാ ഈ കിടക്കണ മനുഷ്യൻ ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്ത് ലാഭമാണ് കിട്ടാൻ പോണത്? എന്തെങ്കിലും ഞാൻ ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞു, ചേച്ചിയെ നോക്കില്ല, തൂക്കിയെടുത്ത് തറയടിക്കും ഞാൻ കേട്ടാ. പറ്റുവാണെങ്കിലേ തൂക്കിയെടുത്ത് അടിയാണ് അളിയാ. സിദ്ധ നിങ്ങൾ എന്തിനാ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? അത് തന്നെ. അതെ, നിങ്ങൾ ഭാര്യയോ ഭർത്താവോ ഷുഗറോ പ്രഷറോ എന്താന്ന് വെച്ച് ആയിക്കോ, ഞാൻ ഒന്നിന്റെ ഇടയ്ക്കില്ലേ. നമ്മളെ വിട്ടേക്ക് സാമി. ചേച്ചി, ഷുഗറും പ്രഷറും ഒക്കെ നമ്മുടെ കുടുംബം കലക്കുന്ന അസുഖമാണല്ലേ? പോയേ പിള്ളേരെ കൂടെ ഓരോന്നൊക്കെ പറയുമ്പോ സന്തോഷാവുന്നില്ലേ? ഞാൻ എന്താ ചെയ്തേ? വാരി വെച്ച് തിന്നുമ്പോ ആലോചിക്കണായിരുന്നു. എന്നാ തിന്നാതിരിക്കാം. എന്നാ തിന്നാതിരി, അതാ നല്ലത്. ചേച്ചി, ഇപ്പൊ പൊരിച്ചൊന്നും ആളെന്നെ കഴിക്കാൻ പറ്റത്തില്ലേ? കഴിക്കല് പോയിട്ട് മണക്കാൻ പോലും പാടില്ല. ആണോ? ആ എന്തേ? അപ്പൊ കുഴിമന്തിയാ? കുഴിമന്തിയാ? ഏത് കുഴിമന്തി? കുഴിമന്തി മേടിക്കാന്ന് പറഞ്ഞായിരുന്നു. നീ പോയ ഭാഗത്ത് അവളുടെ ഒരു കുഴിമന്തി. ഇനിയിപ്പോ കുഴിമന്തിയുടെ കൂടെ കുറവേ ഉള്ളൂ. അളിയാ, അളിയ വിഷമിക്കണ്ട, കാര്യങ്ങളെല്ലാം സെറ്റാവും. എന്തോന്ന് സെറ്റ് ആവുന്നു? പാറൂസേ, നിന്റെ ചേച്ചി തന്നെ എന്നെ നല്ല രീതിയിൽ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുക. അളിയനും കൂടെ എന്നെ ചുമ്മാ ബുദ്ധിമുട്ടിക്കല്ലേ? ഞാൻ പാവല്ലേ? അളിയാ, അളിയന് ഒരു പ്രശ്നം ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചേച്ചി അളിയനെ കിടത്തും. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. മിക്കവാറും ഈ പോക്കാണെങ്കിലേ നിന്റെ ചേച്ചി എന്നെ കിടത്തും. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തോന്ന് ചേച്ചി, ഒരാളിവിടെ വയ്യാതിരിക്കുവല്ലേ? വല്ല ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് തട്ടിപ്പോയാൽ നമ്മളെന്തോ ചെയ്യും? പാറുവേ, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെയാണോ പറയുന്നേ? അളിയൻ ഇപ്പൊ രോഗി. ശിവമോളെ പനിയല്ല, പിന്നെന്താ? ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ബോർഡർ താണ്ടി പോവാൻ നിൽക്കുക. ഷുഗറാ കൊളസ്ട്രോളാ അളിയനാ? ഓ മൈ ഗോഡ്. മോളെ ഇത്രക്ക് ടെൻഷൻ അടിക്കാനില്ല. ഷുഗർ 136 പിന്നെ കൊളസ്ട്രോൾ 210, അത്രേ ഉള്ളൂ. അത്ര ഉള്ളല്ലേ? ഇത് ബോർഡറിലാണ് അളിയാ. അളിയാ സൂക്ഷിച്ചില്ലെങ്കിൽ വിഷയമാണ്. ഇപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇങ്ങോട്ട് ഒരു വക കഴിക്കാൻ പറ്റൂല. ഫുൾ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടി വരും. പിന്നെ കൊച്ചു പറഞ്ഞോണ്ട് എന്തെങ്കിലും പറ്റിപ്പോയാലോ? കുടിക്ക്. ഇതെന്തോന്നു? ജ്യൂസ്. ഇപ്പൊ നമുക്കൊന്നുമില്ലേ? എന്നാ കുടിക്ക്, പാവയ്ക്ക ജ്യൂസാ. കുടി. പാവയ്ക്ക ജ്യൂസ് ആണെങ്കിൽ എനിക്ക് വേണ്ട. കുടി. പാവക്ക ജ്യൂസ് കുടിക്കാൻ ഭയങ്കര പാടാ. സിദ്ധു ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന്. കുടിച്ചേ. എന്നാലും ഇത് വേണോ? ആ വേണം. കുടിക്ക്. ഹലോ, നീ ഇതപ്പോ എത്തി? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ചേച്ചി. അളിയന്റെ ദാരുണ അവസ്ഥ കണ്ടിട്ട് ഞാനിങ്ങനെ സ്തബ്ധയായി നിൽക്കുമായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? എല്ലാം തീർന്ന് ശിവ, എന്റെ ജീവിതമേ പോയി. എന്നാ പിന്നെ ലച്ചൂസ് ഒരു കാര്യം ചെയ്യും, കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക. ഉടനെ തന്നെ എന്റെ ബോഡി എടുക്കുമല്ലോ. ചുമ്മാ ഓരോന്നൊക്കെ വിളിച്ച് പറയല്ലേ സിദ്ധു. അത് കുടിച്ചേ. അതെ, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ, എന്നാലും പറയാണ്. എന്താ? ഈ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നോണ്ട് വലിയ മാറ്റമൊന്നും ഷുഗറിന് വരുമെന്ന് എനിക്ക് തോന്നണില്ല. വെറുതെ അളിയനെ ദ്രോഹിക്കണ എന്തിന്? എല്ലാ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങൾ വെട്ടി എരിഞ്ഞു കൊടുത്തൂടെ? അങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കണ്ടില്ലേ? അങ്ങനെ ഉണ്ട്. അത് വൃത്തിക്ക് നോക്കണം. ഡയറ്റീഷ്യൻ അല്ലല്ലോ ഞാൻ. ഒന്നാമതേ അളിയിൽ പ്രീ ഡയബറ്റിക് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അളിയാ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ കുറയുമെന്ന്. അളിയൊരു കാര്യം ചെയ്യും, ഈ കോഴി, മുട്ട, പോത്ത്, താറാവ് ഇതിനൊക്കെ കുറെ വാരി കഴിക്കാൻ നോക്ക്. അപ്പൊ ഫിറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും, പ്രോട്ടീനും കിട്ടും. അതെങ്ങനെയുണ്ട്? അയ്യോ, വറുത്ത് കൊടുക്കണ്ട, നമുക്ക് അല്ലാണ്ട് പുഴുങ്ങി വല്ലതും കൊടുക്കാം. ഉലുവി ഇട്ടാൽ മതി, കൊളസ്ട്രോൾ ചിലപ്പോൾ കുറയും. ഇത് പൊന്നെ എല്ലാരും കൂടെ നിർത്തുവോ? ഇത് കേട്ടിട്ട് എന്റെ മനസ്സമാധാനം പോവാ. എന്നാ കുറച്ച് ജ്യൂസ് കുടിക്കുക, അപ്പൊ ശരി. എന്റെ ചേച്ചി, ജ്യൂസ് കൊടുത്തിട്ട് കാര്യമില്ല. കേശു പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മൾ ഈ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഫ്രൂട്ട്സിലെ ഫൈബറൊക്കെ നഷ്ടമായി പോവുക. അതിന് പകരം പച്ചക്കങ്ങ് വെട്ടിയെറിഞ്ഞ് കൊടുക്കുക, പാവയ്ക്കൊക്കെ തിന്നിട്ട്. പിന്നെ ഉണ്ടല്ലോ അളിയാ, ഈ ഹെൽത്തി ഫാറ്റ് ഇല്ലേ, ഈ ചില പരിപ്പ്, ചിലതരം മീന്, പിന്നെ ചില സീഡ്സിലൊക്കെ അതുണ്ട്. അത് വളരെ നല്ലതാണ്. പിന്നെ എന്താ ഒരു മോണോ അൺസാച്ചുറേറ്റഡോ പോളി അൺസാച്ചുറേറ്റഡോ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പേടിക്കണ്ട, ഞാൻ നെറ്റി നോക്കിയിട്ട് ഫുൾ റിസർച്ച് ചെയ്ത് പറഞ്ഞുതരാം അളിയത്. ആയിക്കോട്ടെ. ഇപ്പൊ അത് കുടിക്ക്.
ലച്ചു പാടാണ് ഇത് കുടിക്കാൻ. പകുതി ഗ്ലാസ് കുടിക്കുന്ന പാറൂസേടാ പ്ലീസ് എടാ. എനിക്ക് വേണ്ട. കുടിക്ക് കുടിക്കണോ? അളിയനെ കൊണ്ട് പച്ച നിസായം. നല്ല കയ്പ്. ഷുഗർ പറയണ്ടേ? മതി മതിന്ന് അത് കുടിച്ചേ പറ്റത്തുള്ളൂ. ഇതിലത്തെ കുറച്ച് പഞ്ചസാര ഇട്ടേറാണ് ഇറങ്ങി പോകാനൊരു സുഖായനെ. സെറ്റ് ചെയ്ത് തരാം ആന്റി. അതങ്ങ് കൊടുത്തേ. സിധു സാപ്പിട്. ഇതെന്താണ് അവിയിലുള്ള പച്ചക്കറി അരിഞ്ഞിട്ടേക്കുന്ന? ഇല്ല, ഇത് ഉനക്കുതാ. ഇതാ ചേന കിട്ടേക്കുന്ന ചേന. അത് ചൊറിയൂല, ഞാൻ കഴിച്ചു നോക്കിയോ, നീ കഴിച്ചോ? ആന്റി തന്നെ കഴിച്ചാൽ എനിക്ക് പറ്റത്തൊന്നുമില്ല കഴിക്കാനത്. അയ്യോ എനിക്ക് ഡയബറ്റിക് എല്ലാം ഇല്ല, നീതാ സാപ്പിടണോ. സാപ്പിടുപ്പാ. അപ്പൊ ഇത് പിടിച്ചോ. ആദ്യം നീ അത് കുടിക്ക. അത് കുടിക്ക്. ഓ ഇനി ഇത് കുറച്ചേരം കഴിഞ്ഞിട്ട് കഴിക്കാം. പറ്റില്ല 2 വർഷമെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. ചേന തന്നെ കഴിക്കണമായിരിക്കും അല്ലേ? അതിനകത്ത് ഇഷ്ടമുള്ളത് കഴിച്ചോ. ക്യാരറ്റ് കഴിച്ചോ. മിടുക്കൻ. ഇനി ഇങ്ങനത്തെ കുറച്ച് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ആവാം. നീ തിരിച്ച് ദുബായിക്ക് പോകുന്നതിന് മുന്നേ നിന്റെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. Yes! Yes! സ്പീഡ് പോരാ. അരമണിക്കൂറെ കഴിഞ്ഞു കാണുമോ നമ്മൾ തുടങ്ങിയിട്ട്? അരമണിക്കൂറാ? 20 മിനിറ്റ് പോലും ആയിട്ടില്ല. എന്താ സമയം പോകത്തെ? ആക്ഷനൊക്കെ കറക്റ്റാ, പക്ഷെ വണ്ടി ഇങ്ങോട്ട് നീങ്ങുന്നില്ല. ഓടിച്ചെന്തോ എന്റെ പൊന്നിൽ വെച്ചു, ഞാനേ അത്ലറ്റിക് മെമ്പർ ഒന്നും അല്ല, ഇത്തിരി സമയം എടുക്കും. ഓട് ഓട് ഓട്. നീ ഇങ്ങനെ നിന്നെന്റെ അടുത്ത് വർത്തമാനം പറഞ്ഞാൽ ഞാനിതിപ്പോ നിർത്തും കേട്ടോ. അങ്ങനെ ഞാൻ മിണ്ടില്ല. ഓട്. ആ കൊളസ്ട്രോളൊക്കെ അങ്ങ് ഉരുക്കി പോട്ടെ. சூப்பரா ஓடுற. ആന്റിയിലോടെ പോയി മാർക്കറ്റിൽ പോയാ? ஆமா, இத பாரு சித்து, இது எல்லாமே உனக்குள்ளதுதான். லெச்சு சொன்னது எல்லாமே இருக்குதுல. ഇതാ ലച്ചു, ഞാൻ എന്താ വല്ല ആടോ പശു മറ്റോ ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആന്റി അതേക്ക് വെക്കോ. ലച്ചു, ഞാൻ കഴിക്കത്തില്ലെന്നാണ്. മക്കൾ ഓട്. ലച്ചു മടുത്തടാ. ഓടടാ എടാ മടുത്തടാ. ഓടടാ ഓടടാ. ഇതെന്താണ് ഈ മുറുക്കത്ത് കാണിച്ചിട്ടേക്കുന്നേ? ഞാൻ എന്ത് കാണിച്ചെന്ന്? കേശോ, ഇതെന്തോ ഈ മുറുക്കത്ത് കാണിച്ചിട്ടേക്കുന്നേ? മുഴുവൻ വലിച്ചൊരിട്ടേക്കുവാ. ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. ഞാൻ ചെന്നൈയിലോട്ട് പഠിക്കാൻ പോയതാണ്, അല്ലാണ്ട് പോക്കിന്ന് പോയതല്ല. എന്തോ ഒരു സാധനം കാണാനില്ലടാ ഇവിടെ. നിന്റെ സാധനം നീ വെച്ചിട്ട് പോയ സ്ഥലത്ത് കാണാം, അല്ലാതെ അതെടുത്ത് അടുക്കി പറക്കി വെക്കാണെന്ന് എനിക്ക് വയ്യായിരുന്നു. അന്ന് നിനക്ക് അടക്കി പറക്കി വെച്ച പ്രശ്നം? എടി എനിക്ക് വയ്യടി, എനിക്കിവിടെ എന്റെ സാധനം അടുക്കി പറക്കി വെക്കാൻ വയ്യ, സമയമില്ല. നിനക്കെന്താ സമയമില്ലാത്തത്? നീയാന്ന് അവിടെ ജില്ല ഭരിക്കുന്ന കളക്ടർ. മുമ്മ അതല്ല, ഞാനിപ്പോ അവളുടെ സാധനം പോലെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് അവസാനം അവളും എന്താ ഇതേപോലെ തപ്പുമ്പോ കണ്ടില്ലെങ്കിൽ എന്റെ തലയ്ക്ക് എന്നെ കയറും. ചുമ്മാ തമ്മ ഉടായിപ്പൊ ന്യായം പറയുന്നത്. വേണേ പോയി തപ്പിയിട്ടി ഓരോന്ന് വലിച്ചു വരിട്ടിട്ട് കുടുക്കം പറഞ്ഞു. അയ്യോ ക്ഷീണായി. അയ്യോ ഒരു അരമണിക്കൂർ പോലും ഓടിയില്ല, കിടന്ന് കിടക്കുന്നതാണ്ടാ. അത് പിന്നെ കൊറേ നാൾക്ക് ശേഷമല്ലേ ഞാൻ ജോഗ് ചെയ്യുന്നേ, അതുകൊണ്ടൊന്നും അല്ല, കൊളസ്ട്രോളേ അടിഞ്ഞോടി കിടക്കും അതുകൊണ്ട്. അയ്യോ, ഈ അവസ്ഥക്ക് എന്താണ്ടൊരു പേര് പറയും, ഞാൻ 12th പഠിച്ചിട്ടുണ്ട്. അത് അതിറോസ്ക്ലറോസിസ്. അതാണ് അളിയന്. എന്തോന്ന്? അതിറോസ്ക്ലറോസിസ്. എന്റെ പൊന്ന് ശിവാനി, ഒന്ന് നിർത്താൻ പറ്റുമോ നിനക്ക് പ്ലീസ്? സിദ്ധു, ഹാർട്ടിനെ ബാധിക്കുന്ന കാര്യമാണ്, ചുമ്മാ കളിക്കരുത് കേട്ടാ. സമ്മതിച്ചു. ഭയം വേണ്ട, ജാഗ്രത മതി. ഭയം വേണ്ടെന്നാ? അമ്മൂമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. കരയാറ്റി.
നമ്മുടെ ഐറ്റം റെഡിയായോ? ரெடி ரெடி ഇങ്ങെടുത്തോ. டே வரேன் ആയിട്ടോ? കണ്ടോ? ആ, പച്ചയില കൂട്ട് റെഡി. എന്താന്ന് ആലോചിച്ചു ഇത്? എന്താ ഇവര് കുടിക്കാനുള്ളതാ. പാവക്ക ജ്യൂസ് ആണോ? പേടിക്കണ്ട, പാവയ്ക്ക ജ്യൂസ് അല്ല. പാവക്ക ജ്യൂസ് അല്ലെങ്കിൽ ഞാൻ കുടിക്കാം. ഓക്കെ. ഇത് കറിവേപ്പിന്റെ ഇല, പുതിനയുടെ ഇല എല്ലാം കൂടെ അരച്ച് അതിന്റെ നീരെടുത്ത ജ്യൂസാ. അതത് ചേച്ചി അത് മധുരം ചേർത്തിട്ടുണ്ടോ? இல்ல பாரு இதுல சர்க்கரையே போடல. சித்து இந்த சர்க்கரை வியாதி இருக்கிறவங்களுக்கு இந்த சுகர் எல்லாம் போடக்கூடாது. ആന്റി ഞാൻ ഷുഗർ പേഷ്യന്റ് അല്ല. അത് വൈകാതെ ആയിക്കോളും. മോൻ കുടിക്ക്. കുടിക്കാം കുടിക്കാം. കുറച്ചെങ്കിലും കുടിക്ക്. ജ്യൂസ് കുടിക്കാടാ. ഒരു സിപ്പെങ്കിലും എടുക്ക്. ഞാൻ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് എനിക്ക് അറിയാമല്ലോ. അതെന്തായാലും കുടിപ്പിക്കുമല്ലോ. ഞാൻ കുടിക്കാം. സമാനപ്പെടെ ലച്ചൂസേ, ഇത്രയും കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ട് എനിക്ക് നല്ല വിശപ്പ്. ഇന്നലെ രാത്രി തന്നെ എനിക്ക് ആകെ ഒരു കപ്പ് ചോറ് അവള് കഴിക്കാൻ തന്നെ. പൊരിച്ച മീൻ ചോദിച്ചിട്ട് ഇവിടെ തന്നുമില്ല. എനിക്കത് നല്ല വിഷമായി കേട്ടോ. വിഷമായി? വിഷമം മാറ്റി തരാം. ആന്റി, ഇവന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായാ? ஓ சித்தோட ஸ்பெஷல் பிரேக்ஃபாஸ்ட் ரெடி. സ്പെഷ്യൽ എന്താ കഴിക്കാൻ? അളയാ, പുട്ട്, കടല, പപ്പടം, മുട്ട പൊരിച്ചത് ഞങ്ങൾക്ക്. അപ്പം മുട്ടക്കറിയും പാറുവിന്. നിനക്ക് ഓട്സും വെള്ളവും. ഓട്സാ? ഓട്സ് ആണെങ്കിൽ അത് പൊളിക്കും. അളിയൻ ഓട്സിന്റെ മൂല്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ഓട്സ് ഉണ്ടല്ലോ, കഴിച്ചു കഴിഞ്ഞാ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഡിം പോയി. പിന്നെ വെയിറ്റ് ലോസ്, അത് മാത്രമല്ല ഇമ്മ്യൂൺ സിസ്റ്റം, ഡൈജഷൻ, മെറ്റബോളിസം എന്ന് വേണ്ട എല്ലാത്തിനും ഓട്സ് കിടനാണ്. അളിയൻ കഴിക്കളിയാ, ശക്തി വരട്ടെ തിരിച്ച്. എന്തോന്ന് ചേച്ചി ഓട്സിന്റെ പരസ്യോ? അളിയ ഒന്നല്ലേ ഉള്ളൂ, പറയണ്ടേ? എന്റെ പൊന്നു ശിവ, നിന്റെ ക്ലാസ് എടുപ്പ് ആദ്യം നിർത്തിക്കേ. കുറെ ആവുന്നുണ്ട് നീ. കേശുവേ, നീ ആ ജംഗ്ഷനിൽ പോയിട്ടേ നല്ല റാഗിപ്പൊടിയും അതുപോലെ തന്നെ തിന അതും മേടിച്ചോണ്ട് തന്നെ. ഷുഗർ പേഷ്യൻസിന് ഇതൊക്കെ വളരെ നല്ലതാ. എടേ, തെന കഴിക്കാൻ ഞാൻ എന്താ കിളിയാ? ശുദ്ധഹാസ്യം. മരിച്ചിട്ടില്ലേ? മരിച്ചിട്ടില്ല. വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ആന്റി ഒന്ന് വന്നേ. ഞാൻ ദാ വരുന്നേ. കുറച്ച് തൊട്ടാവാടിയും തഴുതാമയും മുയൽച്ചെവിനും ഒക്കെ പറിച്ചോണ്ട് വരട്ടെ. അത് വെച്ചൊരു പിടിയുണ്ട്. ഓടി വരണേ. ഓടി വരാൻ മോനെ. അതെ, ഒരാഴ്ചക്കുള്ളിൽ ഇവിടുത്തെ പറമ്പും പച്ചക്കറിക്കടയൊക്കെ കാലിയാവുന്ന തോന്നണേ. മൊത്തം ഞാൻ കഴിക്കണ്ടേ? അളിയ ഉള്ളത് പറയാലോ. അളിയം പെട്ടു. ഉള്ള സമയത്തിനെ എടുത്ത് കുടിക്കാൻ നോക്ക് കേട്ടോ. കേശുവേ, മുഴുവൻ കുടിപ്പിച്ചിട്ടേ വിടാൻ പാടുള്ളൂ. നീ ഓർക്കണം, നമുക്ക് ഒരേ ഒരു അളിയനേ ഉള്ളൂ. പഴയ ഓജസ്സും തേജസ്സുള്ള അളിയനെ നമുക്ക് വീണ്ടെടുക്കണം. കേട്ടല്ലോ അളിയാ? കേശു, ഇവിടെ ഉള്ളവരെല്ലാം കൂടി എന്റെ അടുത്ത് എന്തുവാടാ കാണിക്കുന്നേ? അങ്ങോട്ട് പീഡിപ്പിക്കുക. ഇങ്ങനെയാണെങ്കിലേ ഞാൻ ദുബായിക്ക് അങ്ങ് പോവും കേട്ടാ. പിന്നല്ലാതെ. അളയാ, ഇത് കുടിക്കാതെ ഒരു രക്ഷയില്ല. അളിയ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അളിയൻ കുടിച്ചില്ലെന്നിരിക്കട്ടെ, ചേച്ചി വന്നൊരു താണ്ഡവം ആടും. അതിപ്പം വേണം. ഒരു വഴിയുണ്ട്. അളിയ, ഇപ്പൊ ഇതിനകത്ത് മധുരമില്ലാത്തതിന്റെ അളിയന്റെ പ്രശ്നം. എന്തുവാ? ഷുഗർ ഫ്രീ ഷുഗർ. எப்படி இப்ப நோக்கிக்கோ. അളിയ, വിരൽട്ടേര് ഇളക്. ഇതിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നവും. നിന്റെ പോക്കറ്റിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ? പിന്നല്ലാതെ. നീ വല്ലാണ്ട് പ്ലാൻഡ് അല്ലേ? നീ ഒരു പൊളി തന്നെ. വേറെ രണ്ടുമൂന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്, ആവശ്യം പറഞ്ഞാൽ മതി. ഓക്കെ, കുടിച്ചില്ലേ? കുടിക്കാം. ഇപ്പൊ കുടിക്കാം. അതെ, കണ്ടോ കുടിക്കുന്ന കണ്ടോ? കുടിക്ക്. ധൈര്യമായിട്ട് കുടിയില്ലേ? മുടുക്കൻ. നല്ല കുട്ടിയായിട്ട് കുടിച്ച്. ഇങ്ങനെയാണേ, നീ അടുത്തത് കൊണ്ടുവന്ന് തരാം. പെട്ടെന്ന് കൊണ്ടു കേട്ടോ. ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ഇങ്ങ അടുത്തേക്ക് വന്നേ, ഒരു ഉമ്മ തരട്ടാ. നീ എന്റെ അളിയനല്ല, പിന്നെ അളിയന.
അളിയ ഗോതമ്പഞ്ഞ് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് ഒന്നും കഴിക്കണ്ട. വയറ് അത്രയ്ക്കങ്ങ് ഫുള്ളാ. തൊട്ട് നക്കാൻ പോലുവേ നിന്റെ ചേച്ചി അച്ചാറ് പോലും തന്നില്ല, അറിയാവോ? അച്ചാറ് പോലും. വൈകുന്നേരം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വൈകുന്നേരം എന്തോ കിട്ടാനാ? കുറെ വൈക്കോലും പുല്ലും തരുമായിരിക്കും എല്ലാരും കൂടെ. സത്യം പറയാലോ അളിയ, അളിയന് വിഷമമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അളിയൻ കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചത്. ആ ഫിഷ് ഫ്രൈ ഒക്കെ എടുത്തിട്ട് ഓരോ പീസ് കഴിക്കുമ്പോഴുണ്ടല്ലോ അളിയന്റെ മുഖം മാത്രമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞത്. സത്യം കിട്ടും. ഫിഷ് ഫ്രൈയോ? പിന്നെ ഗംഭീര ഫിഷ് ഫ്രൈ. ഏത് മീൻ? ഇത് നെയ്മീൻ ഉണ്ടായിരുന്നോ? ഓ, നിങ്ങൾ എല്ലാരും കഴിച്ചാ? പിന്നെ ലെറ്റൂസ് കഴിച്ചാ? ലെച്ചൂസ് കഴിച്ചോന്നാ? ലെച്ചൂസിന് ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. 3 എണ്ണ അളിയന്റെ കൂടെ ചോദിച്ചു വാങ്ങി കഴിച്ചിട്ടുണ്ട്. എന്റെയും അളിയാ ഈ നെമ്മീൻ എന്നൊക്കെ പറഞ്ഞ പൊന്നളിയോ സൂപ്പർ കേട്ടോ. അത് ഇങ്ങനെ വറുത്തം കൊണ്ട് കൊണ്ടുവന്ന് വെച്ചപ്പോ ഒരു മണം അടിച്ച് എന്റെ ശിവോ എന്തുവായിരുന്നു. ഇങ്ങനെ പിച്ചുമ്പളേ ചൂടാവി ഇങ്ങനെ പറക്കും. വായിലോട്ട് വെച്ചപ്പോ അഴിഞ്ഞൊക്കെ പോയി. കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ കുരുമുളക് കിട്ടിട്ടുണ്ടായിരുന്നു. അളിയന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അളിയൻ കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ കഴിക്കണത് മോശമാണെന്ന് നമുക്കറിയാം. എന്നും പറഞ്ഞുകൊണ്ട് അളിയൻ കഴിക്കാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതും മോശമല്ലേ? സിദ്ധേ, ഗോതമ്പ് തന്നെ എങ്ങനെയുണ്ടായി? സൂപ്പർ ആണല്ലേ? എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ രാത്രി ഡിന്നറിന് വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്താ? റാഗി ദോശ, അതും 2 എണ്ണം ലാവിഷായിക്കോട്ടെ. 2 എണ്ണോ? കൂടെ കറിയെങ്കിലും ഉണ്ടാവോ? പിന്നെ കറിയുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാത്ത ചമ്മന്തി, അതും 1 സ്പൂൺ. லிச்சு அதே மாதிரி உள்வ நம்ம தண்ணியில நைட்டே போட்டு வச்சுக்கலாம். காலங்கார்த்தால எழுந்திரிச்ச உடனே சித்து நீ குடிக்கணும். ആ പിന്നെ കുടിക്കണ്ടേ ആന്റി? ഇനിയിപ്പോ എങ്ങാനും ഞാൻ മറന്നു തുടങ്ങി ആന്റി എന്നെ ഓർമ്മിപ്പിക്കണേ. ஓ கண்டிப்பா. அதே மாதிரி பேரக்க நீ சொன்ன மாதிரி வாங்கி வச்சிருக்கேன். சித்து நீ அதுவும் சாப்பிடணும். ആ പിന്നെ രാവിലെ ഒരു മറ്റേ 2 കുഞ്ഞു പേരക്കയില്ലേ, അത് കട്ട് ചെയ്ത് കൊടുക്കാം. അളിയ പേരക്ക വെരി ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്ത്. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ തുടങ്ങിയ എല്ലാം കൺട്രോൾ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മൂല്യങ്ങളും ഇതിനും ഉണ്ട്. சித்து நீ வருத்தப்பட வேண்டாம். இப்போ கொஞ்சம் ஃபுட் எல்லாம் கண்ட்ரோல் செஞ்சா உனக்கு பிடிச்ச ஃபுட் எல்லாம் அப்புறம் சாப்பிடலாம். നിർത്തിക്കേ. കുറെ നേരം എല്ലാരും കൂടെ നിർപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കാം തിരിച്ച് ദുബായിക്ക് പോകാൻ വേണ്ടിട്ട്. ആ പിന്നെ നീ ദുബായിക്ക് കുറെ പോവും. ഒന്നാമത്തെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. അതൊന്നും കൺട്രോൾ ആവണം, നീ പോവില്ല. ലച്ചു നീ അകത്തെങ്ങാനും പോയിരുന്ന മര്യാദക്ക്. ആ പിന്നെ സിദ്ധു നീ കൂടുതലൊന്നും പറയണ്ട. നീ അകത്തോട്ട് പോയിരുന്നേ. എല്ലാരും കൂടെ വെറുപ്പിക്കാൻ വന്നോളൂ. മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തൂല്ല. അളിയ നൈസിൽ എണീറ്റ് അടുക്കളയിലോട്ട് ലൈറ്റൊന്നും ഇടല്ലേ. ആരെയും ഉണർത്താതെ വാ. അത് ഗുണമുള്ള രസ. ഹിമയമല എണീറ്റ് വരുമ്പോൾ ആരും കാണാതിരുന്ന മതിയായിരുന്നു. എന്താടാ? എന്താ? എന്താ കാര്യം? എങ്ങനെ ഉറങ്ങാനാടാ? നല്ല വിശപ്പ്. എനിക്കറിയായിരുന്നു. വിശന്നിട്ട് കൈയും കണ്ണും കാണാതിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കല്ലായിരുന്ന. അതാണ് ഞാൻ വിളിച്ചത്. എന്തിനാ? ഒന്ന് ഉറങ്ങാൻ. എടാ എന്തിനാ? അളി പ്ലേറ്റ് പിടി. ആ ഫോൺ താഴെ പോയി. ഇനി കണ്ണട. അതെന്തിനാ? കണ്ണട അളിയാ കൊണ്ട് തുറക്കല്ലേ.
ബീഫ് ചില്ലി ബീഫോ? ബീഫ് തറക്കണേല് ബീഫ് തറക്കണേല് ചൂട് പൊറോട്ട ഇടുക്ക് ചില്ലി ബീഫ് ആദ്യ ബീഫ്. ലച്ചൂസേ, അളിയെ വാങ്ങിച്ചു തന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതാ. ദുഷ്ടൻ. നീ എന്റെ കുടുംബം നശിപ്പിക്കും അല്ലടാ കേശു. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.